പ്രിയ കുട്ടികളെ, നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 5ാമത്തെ യൂണിറ്റാണ് നോക്കാൻ പോകുന്നത്. സോഴ്സസ് ഓഫ് എനർജി എന്നാണ് അതിൻ്റെ പേര്. സോഴ്സസ് ഓഫ് എനർജി, ഊർജ്ജ സ്രോതസ്സുകളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്ക് നോക്കാം. വാട്ട് ആർ ഫ്യൂവൽസ്? ഇന്ധനങ്ങൾ എന്താണെന്ന്. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ഓൺ ബേണിംഗ്. കത്തിക്കഴിയുമ്പോൾ ഹീറ്റിനെ, ചൂട് പുറത്തേക്ക് വിടുന്ന വസ്തുക്കളാണ് ഫ്യൂവൽസ് എന്നറിയപ്പെടുന്നത്. ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് ഓൺ ബേണിംഗ്. എക്സാമ്പിൾസ് ഓഫ് സോളിഡ് ഫ്യൂവൽസ് ആർ ഫയർവുഡ് ആൻഡ് കോള്. എക്സാമ്പിൾസ് ഓഫ് സോളിഡ് ഫ്യൂവൽസ്, ഖരവസ്തുക്കളായിട്ടുള്ള ഇന്ധനങ്ങൾക്ക്, ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഫയർവുഡ്, വിറകും കോളും കൽക്കരിയും. The components separated from petroleum are. പെട്രോളിയത്തിനകത്തുനിന്ന് വേർതിരിച്ചെടുക്കുന്ന കമ്പോണൻസ്, ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന്. ഡീസല്, പെട്രോള് ആൻഡ് കെറോസിൻ. ഡീസല്, പെട്രോള്, മണ്ണെണ്ണ. കെറോസിൻ എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ. എക്സാമ്പിൾസ് ഓഫ് ലിക്വിഫൈഡ് ഫ്യൂവലും കൂടിയാണ്, ദ്രാവക തരത്തിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണം കൂടിയാണ് ഇവ. എക്സാമ്പിൾസ് ഓഫ് ലിക്വിഡ് ഫ്യൂവൽസ്, ഡീസല്, പെട്രോൾ ആൻഡ് കെറോസിൻ. എക്സാമ്പിൾസ് ഓഫ് ഗേഷ്യസ് ഫ്യൂവൽസിന് എക്സാമ്പിളാണ് LPG, CNG ആൻഡ് ഹൈഡ്രജൻ. എക്സാമ്പിൾസ് ഓഫ് ഗേഷ്യസ് ഫ്യൂവൽസിന് എക്സാമ്പിളാണ് LPG, CNG ആൻഡ് ഹൈഡ്രജൻ. LPG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, CNG എന്ന് പറഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസും CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും. എക്സാമ്പിൾസ് ഓഫ് നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. എനർജിക്ക് എക്സാമ്പിളായിട്ടുള്ളതാണ്. നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നത്, വീണ്ടും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് ഫോസിൽ ഫ്യൂവൽസ് ലൈക്ക് പെട്രോളിയം, കോൾ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഫോസിൽ ഫ്യൂവൽസ് പോലുള്ള പെട്രോളിയവും കോളും നാച്ചുറൽ ഗ്യാസും എന്താണ്? നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദെൻ എക്സാമ്പിൾസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി. നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, അതായത് തീർന്നു പോകാത്തത്, ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഇതിനാണ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞു. മറ്റൊന്ന് നോൺ റിന്യൂവബിൾ ആയിരുന്നു, ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകുന്നത്. ഇത് നോൺ കൺവെൻഷണൽ. നോൺ റിന്യൂവബിളും ഉണ്ട്, റിന്യൂവബിളും ഉണ്ട്, നോൺ കൺവെൻഷനലും ഉണ്ട്, കൺവെൻഷനലും ഉണ്ട്. ഈ നാലും തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചോണം. എക്സാമ്പിൾസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചാൽ തീർന്നു പോകുകയില്ലാത്തത്, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ തീർന്നു പോകാത്തതാണ് സൺലൈറ്റ്, വിൻഡ്, വേവ്സ്. വേവ്സ് എന്ന് പറഞ്ഞാൽ തിരമാലയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഊർജ്ജവും, കാറ്റിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജവും, സൂര്യനിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജവും. അതായത് തീർന്നു പോകുകയെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുമ്പോൾ സോളാർ ലൈറ്റ് തീർന്നു പോകുകയെന്നല്ല പറയുന്നത്, വീണ്ടും സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് നമുക്കത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന്. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിന് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഡെഫിനിഷനാണ് എനർജി സോഴ്സസ് വിച്ച് ആർ ഇൻഎക്സ്ഹോസ്റ്റബിൾ, ഉപയോഗിച്ചാലും തീർന്നു പോകാത്തത്. എക്സ്ഹോസ്റ്റബിൾ ആർ കോൾഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. എനർജി സോഴ്സസ് വിച്ച് ആർ ഇൻഎക്സ്ഹോസ്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത തരത്തിലുള്ള എനർജി സോഴ്സസിന് പറയുന്ന പേരാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഇനി കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകളാണ് കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. ഫ്യൂവൽ കനോട്ട് ബി റീപ്ലീനിഷ്ഡ് വൺസ് ദേ ഗെറ്റ് എക്സ്ഹോസ്റ്റഡ്. ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് തീർന്നു പോകുന്ന അതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ. ഫ്യൂവൽ കനോട്ട് ബി റീപ്ലീനിഷ്ഡ്, വീണ്ടും അതിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴാണ്? വൺസ് ദേ ഗെറ്റ് എക്സ്ഹോസ്റ്റഡ്, ഒരിക്കൽ അവ ഉപയോഗിച്ച് തീർന്നാൽ. എക്സാമ്പിൾസ് ഓഫ് കൺവെൻഷണൽ ഫ്യൂവൽസ് എനർജി സോഴ്സസിന് പെട്രോളിയം, കോള്, നാച്ചുറൽ ഗ്യാസ്. ഞാൻ അടയാളപ്പെടുത്തി ഇട്ടേക്കുന്ന 3 എൻ്റെ എക്സാമ്പിൾസ്. പെട്രോളിയവും കോളും നാച്ചുറൽ ഗ്യാസുമാണ്. പെട്രോളിയത്തിനകത്തെ കമ്പോണൻസ് ആണ് പെട്രോൾ, ഡീസൽ, കെറോസിൻ നമുക്കറിയാമല്ലോ. അപ്പം കൺവെൻഷണൽ എനർജി സോഴ്സസിന് എക്സാമ്പിളാണ് പെട്രോളിയം, കോള്, പെട്രോൾ, ഡീസൽ, kerosene, then natural gas. Next question, the fuel which is used in an aeroplane
വളരെയധികം ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഫ്യൂവൽ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ എയറോപ്ലെയിൻ, വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഏവിയേഷൻ ഫ്യൂവൽ. ഏവിയേഷൻ ഫ്യൂവൽ ഓർത്തിരുന്നോണേ. ഡാഷ് ഇൻ ദ എയർ ദാറ്റ് ഹെൽപ്സ് ഫോർ ബേണിംഗ്, കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം. കെറോസിൻ ഈസ് എ ഡാഷ് പ്രൊഡക്റ്റ്, നമ്മൾ നേരത്തെ പഠിച്ചതായിരുന്നു. പെട്രോളിയം പ്രൊഡക്റ്റ്, പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ട്സാണ് പെട്രോളും ഡീസലും കെറോസിനും. ഫ്രം വെയർ പെട്രോൾ, ഡീസൽ എക്സെട്ര ആർ and etc. are separated from petroleum. പെട്രോളിയത്തിൽ നിന്ന് പെട്രോളും ഡീസലും എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് എവിടെ വെച്ചാണ് പെട്രോളിയത്തിനകത്തുനിന്ന് പെട്രോളും ഡീസലും എല്ലാം വേർതിരിച്ചെടുക്കുന്നത്? പെട്രോളിയം റിഫൈനറിയിൽ വെച്ചാണ്. വാട്ട് ഈസ് സോളാർ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള, സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് എനർജി ഉണ്ടാക്കി അതിനെ വൈദ്യുതോർജ്ജമായിട്ട്, ഇലക്ട്രിക്കൽ എനർജിയായിട്ട്, സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാനുള്ള ഉപകരണത്തിൻ്റെ പേരാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് എ നമ്പർ ഓഫ് സോളാർ സെൽസ് സ്യൂട്ടബിളി അറേഞ്ച്ഡ്, ധാരാളം സോളാർ സെല്ലുകളെ ഒന്നിച്ച് ക്രമീകരിക്കുന്ന ക്രമീകരിച്ചിരിക്കുന്നതിന് പറയുന്ന പേരാണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. സോളാർ പാനൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിനകത്ത് ഇപ്പം നമ്മൾ ഡയറി മിൽക്കിൽ പല പല കട്ടകളായിട്ട് ഇരിക്കുന്നത് പോലെ തന്നെ സോളാർ പാനലിൽ ഓരോരോ കട്ടകളായിട്ട് കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സോളാർ സെല്ലുകൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ ദ ഡിവൈസ് വിച്ച് സപ്ലൈസ് ദ നെസസറി ഇലക്ട്രിക്കൽ പവർ ടു ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ പവർ നൽകുന്നത് ആരാണ് നൽകുന്നത്? സോളാർ പാനലാണ്. സൗരോർജ്ജത്തിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജി ഉപയോഗിച്ചുകൊണ്ട് സോളാർ എനർജി നൽകുന്ന സോളാർ പാനലാണ്. ദ ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചാലാണ് അവിടെ പറയേണ്ടത് എന്തെന്നുള്ള ഇലക്ട്രിക്കൽ പവർ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് ഇലക്ട്രിക്കൽ പവർ നൽകുന്ന ഡിവൈസ്, ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? സോളാർ പാനൽ. ഡാഷ് ആർ ഡിവൈസസ് വിച്ച് വർക്ക് ഓൺ വിൻഡ് കൊണ്ട് വർക്ക് ചെയ്യുന്ന ഡിവൈസിന് പറയുന്ന പേര് വിൻഡ് മിൽസ്. പേരിൽ തന്നെയുണ്ട്, വിൻഡ് മിൽസ് അറിയാമല്ലോ. ദ എനർജി സ്റ്റോർഡ് ഇൻ ബയോമാസിൽ നിന്ന് ഉണ്ടാകുന്ന എനർജിയാണ് ബയോമാസിൽ നിന്നുണ്ടാകുന്ന ബയോ എനർജി. കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആർ നോൺ ബൈ ദ നെയിം ഫോസിൽ ഫ്യൂൾസ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കോളും പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും ഒക്കെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഫോസിൽ ഫ്യൂവൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസിനകത്ത് ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഡാഷ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഫോംഡ് ഡ്യൂറിങ് ദ ഡീക്കേയിങ് ഓഫ് പ്ലാന്റ് മെറ്റീരിയൽ ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റ. പ്ലാന്റിൻ്റെ മെറ്റീരിയൽസ്, അതായത് നമ്മുടെ പച്ചക്കറികളുടെ അവശിഷ്ടവും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ വിസർജനവും ചാണകവും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അതിന് പറയുന്ന പേരെന്താണെന്നുള്ളത് ബയോഗ്യാസ്. ഓൾറെഡി അറിയാവുന്നതാണ് ബയോഗ്യാസ്. എ സോളാർ സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ. വളരെയധികം പ്രാവശ്യം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഓർത്തിരുന്നോണം. സോളാർ സെൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സോളാർ സെൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കോൺ. ബയോഗ്യാസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൗഡങ്ങിൽ നിന്ന്, ചാണകത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ബയോഗ്യാസിന് പറയുന്ന പേരെന്താണ്? ഗോബർ ഗ്യാസ്. ഫ്യൂവൽ യൂസ്ഡ് ഇൻ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതാണെന്ന് ചോദിക്കും, ഹൈഡ്രജൻ. എയറോപ്ലെയിനിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏവിയേഷൻ ഫ്യൂവലാണ്. ബട്ട് ഇൻ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഹൈഡ്രജൻ. റൈറ്റ് ദ നെയിംസ് ഓഫ് ദി ഫ്യൂവൽ യൂസ്ഡ് ഫോർ റണ്ണിങ് വാഹനങ്ങളെ ഓടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യൂവൽസ് ഏതൊക്കെയാണ്? പെട്രോള്, ഡീസൽ, LPG, CNG. LPGയുടെ ഫുൾ ഫോം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇനി കുറച്ച് ഫുൾ ഫോം കൂടെ പഠിക്കാം, ഇത് കൂട്ട് ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. CFL എന്ന് പറഞ്ഞാൽ
കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. CFL ബൾബ് നമുക്കറിയാമല്ലോ, അത് തന്നെ. CFL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. CFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. CFL കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്. CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ. LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓർത്തിരുന്നോണം കേട്ടോ. ദെൻ മെറിറ്റ്സ് ഓഫ് എ സോളാർ എനർജി. ഒരു സോളാർ എനർജിയുടെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ സോളാർ എനർജിയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് നോട്ട് ഹാംഫുൾ ടു എൻവയോൺമെൻറ്റ്. പ്രകൃതിക്ക്, എൻവയോൺമെൻറ്റിന് ഒരിക്കലും ഉപദ്രവകരമാകുന്നില്ല. ഇറ്റ് ഈസ് എ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി. കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആയതുകൊണ്ട് വീണ്ടും നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വിച്ച് സോഴ്സ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനകത്ത് ഉപയോഗിക്കുന്ന എനർജി സോഴ്സ് ഏതാണെന്നുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺലൈറ്റ്. നമ്മൾ ഇച്ചിരി മുമ്പ് പഠിച്ചത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിനകത്ത് ഉപയോഗിക്കുന്നത് അതിന് കൊടുക്കുന്ന ഉപകരണം ഏതാണെന്നായിരുന്നു. അതേതായിരുന്നു? സോളാർ പാനലായിരുന്നു. ആ സോളാർ പാനലിന് എനർജി കൊടുക്കുന്ന സോഴ്സ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. വിച്ച് സോഴ്സ് ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സിന് എനർജി കൊടുക്കുന്ന സോഴ്സ് ഏതാണ്? സൺലൈറ്റ്. മെറിറ്റ്സ് ഓഫ് എ ഗുഡ് സ്റ്റൗ. ഒരു ഗുഡ് സ്റ്റൗവിൻ്റെ, ഒരു നല്ല സ്റ്റൗവിൻ്റെ മെറിറ്റ്സ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്? എ ഗുഡ് സ്റ്റൗ പ്രൊഡ്യൂസസ് മാക്സിമം ഹീറ്റ് ഫ്രം ദ ഫ്യൂവൽ യൂസ്ഡ്. ഏത് ഫ്യൂവലിൽ നിന്നാണോ നമ്മൾ എടുക്കുന്നത് അതിന് മാക്സിമം ഹീറ്റ് നൽകുന്നു, പരമാവധി ചൂട് നമുക്ക് നൽകുന്നു എന്നാണ്. ഒരു സ്റ്റൗ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ചൂട് കിട്ടുക എന്നുള്ളത്. അപ്പം പരമാവധി ഹീറ്റ് നൽകുന്നതാണെങ്കിൽ അതൊരു ഗുഡ് സ്റ്റൗ ആണ്. എയർ പാസേജ് ഷുഡ് ബി സ്മൂത്ത്. എയർ നന്നായിട്ട് വായു കടന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ, സുഖമായിട്ട് കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതൊരു ഗുഡ് സ്റ്റൗ ആയിരിക്കും. The heat produced should reach the vessel fully. This helps to make cooking easier and to save fuel. അതായത് അതിലൂടെ പാസ് ചെയ്യുന്ന കടന്നു പോകുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ വെസലിനുള്ളിൽ ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിലൂടെ കുക്കിംഗ് വളരെ ഈസി ആവുകയും ചെയ്യുന്നു, നമുക്ക് ഫ്യൂവലിനെ ലാഭിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. There should be provision for smoke to escape. അതുപോലെ തന്നെ പുക അവിടെ തങ്ങി നിൽക്കാതെ പുക പോകുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഒരു നല്ല അങ്ങനെ ഇത്രയും ഗുണങ്ങളുള്ളതിനാണ് ഒരു ഗുഡ് സ്റ്റൗ എന്ന് നമ്മൾ പറയുന്നത്. മെറിറ്റ്സ് ഓഫ് എ ഗുഡ് സ്റ്റൗ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 5ാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. എല്ലാവരും നന്നായി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് നന്നായി പഠിക്കുക. പല പ്രാവശ്യം വീഡിയോ കേട്ട് അങ്ങോട്ട് നന്നായി പഠിച്ചാൽ മതി. അപ്പം മനസ്സിലേക്ക് ഉറച്ചുകൊള്ളും. നന്നായി പഠിച്ചിരിക്കുക. ബെസ്റ്റ് വിഷസ്, ബെസ്റ്റ് ഓഫ് ലക്ക്. ഗോഡ് ബ്ലെസ് യു.